അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. മഹാത്മാവായ അബ്ദുല്ലാഹിൽ ജഅഫർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം തൻ്റെ തോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിമധ്യേ ഒരു കറുത്ത അടിമയെ കണ്ടു. അവൻ അവിടെയുള്ള ഒരു തോട്ടത്തിന് കാവൽ നിൽക്കുന്നു. അബ്ദുല്ലാഹിൽ ജഅഫർ റളിയല്ലാഹു അൻഹു അവിടെ അല്പനേരം നിന്നു. അപ്പോൾ ആ അടിമയ്ക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത് കണ്ടു. ഉടനെ ഒരു നായ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അടിമ തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആ നായക്ക് ഇട്ടുകൊടുത്തു. അത് ആർത്തിയോടെ അത് തിന്നു. അതിൻ്റെ വയറ് ഒരു മട പോലെ ഒട്ടിക്കിടക്കുകയാണ്. ഇനിയും വല്ലതും കിട്ടുമെന്ന പ്രതീക്ഷയോടെ നായ വാലാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. കഠിനമായ വിശപ്പുണ്ട് അതിനെന്ന് കാണികൾക്ക് ബോധ്യപ്പെടും. അത് നാവ് പുറത്തേക്കിട്ട് കിതച്ചുകൊണ്ട് നിൽക്കുകയാണ്. കനിവ് തോന്നിയ അടിമ വീണ്ടും കുറച്ചുകൂടി ആഹാരം അതിനിട്ട് കൊടുത്തു. അതും തിന്നു കഴിഞ്ഞു. പിന്നെയും അത് പോകുന്നില്ല. അതിന് വിശപ്പ് മാറിയിട്ടില്ലെന്ന് കണ്ട അടിമ തൻ്റെ ശേഷിച്ച ഭക്ഷണം മുഴുവനും അതിന് എറിഞ്ഞു കൊടുത്തു. അത് മുഴുവനും നായ ഭക്ഷിച്ചു. ഇത് കണ്ട് അത്ഭുത സ്തബ്ധനായി നിന്ന അബ്ദുല്ലാഹിൽ ജഅഫർ റളിയല്ലാഹു അൻഹു ആ അടിമയോട് ചോദിച്ചു, താങ്കൾ ആ ഭക്ഷണം മുഴുവൻ നായക്ക് കൊടുത്തല്ലോ, ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ആഹാരം കിട്ടുക? അടിമ പറഞ്ഞു, ഇന്ന് ഭക്ഷണമില്ല. ഒരു നേരമേ മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആഹാരം കിട്ടുകയുള്ളൂ. പട്ടിണി കിടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അബ്ദുല്ലാ റളിയല്ലാഹു ചോദിച്ചു, എന്തിനാണത് മുഴുവൻ നായക്ക് കൊടുത്തത്? വിശപ്പടക്കാനുള്ളത് കഴിച്ച് ബാക്കി കൊടുത്താൽ പോരായിരുന്നോ? അടിമ പറഞ്ഞു, അതിന് കാരണമുണ്ട്. ഇവിടെയൊന്നും നായകളില്ല. നായ വളരെ ദൂരത്ത് നിന്ന് വന്നതാകാനേ വഴിയുള്ളൂ. അതിനാൽ അതിൻ്റെ വിശപ്പ് കഠിനമായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ആഹാരം മുഴുവൻ അതിന് കൊടുത്തു. പട്ടിണി എനിക്ക് പുത്തരിയല്ല, സഹിക്കാൻ എനിക്ക് ശക്തിയുണ്ട്. വിശപ്പിന് ബഹുമതിയുള്ളത് കൊണ്ടാണല്ലോ അള്ളാഹു നോമ്പിന് ഇത്ര പ്രാധാന്യം നൽകിയത്. എപ്പോഴും നോമ്പ് നോറ്റ് ശീലിച്ച എനിക്കിപ്പോൾ വിശപ്പ് ഒരു പ്രശ്നമല്ലാതായിരിക്കുന്നു. ശരീരത്തിൻ്റെ ദുർമേധസ് നീക്കി കറകളഞ്ഞ് സ്ഫുടം ചെയ്തെടുക്കാൻ വിശപ്പിനെ പോലെ ഫലപ്രദമായ മറ്റൊന്നുമില്ലെന്ന് എനിക്കറിയാം. വിശന്നാലുണ്ടാകുന്ന മനോവേദനയും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് ആ ജീവിയുടെ വേദന അകറ്റാനും ഇന്ന് പട്ടിണി കിടക്കാനും തീരുമാനിച്ചു. പ്രത്യേകിച്ച് വിശന്ന് ശീലിക്കാത്തവരുടെ വിശപ്പിൻ്റെ വേദന കുറേ കഠിനമായിരിക്കുമല്ലോ. ആ നായയെ വിശപ്പിൻ്റെ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഇത് കേട്ട അബ്ദുല്ലാഹിൽ ജഅഫർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറയുന്നു, ഞാൻ ഇതുവരെ വിചാരിച്ചത് ഞാൻ ഏറ്റവും വലിയ ഔദാര്യവാനാണെന്നാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി, ഈ അടിമയെ വെല്ലുന്ന ഔദാര്യവാന്മാർ ഇല്ല എന്ന്. ഞാൻ ആ തോട്ടത്തിൻ്റെയും അടിമയുടെയും ഉടമസ്ഥനെ കണ്ടുപിടിച്ചു. തോട്ടത്തോടൊപ്പം അടിമയെയും വിലക്ക് വാങ്ങി. എന്നിട്ട് ആ അടിമയെ സ്വതന്ത്രനാക്കുകയും ആ തോട്ടം അവന് സംഭാവന ചെയ്യുകയും ചെയ്തു. അദ്ദേഹം തുടരുന്നു, ഈ അടിമയുടെ പ്രവൃത്തിയെ അപേക്ഷിച്ച് എൻ്റെ ദാനം വളരെ തുച്ഛമാണെന്ന് എനിക്കറിയാം. കാരണം സ്വന്തം ആവശ്യം നിർത്തിവെച്ചുകൊണ്ടാണ് ആ നായയ്ക്ക് അവൻ ഭക്ഷണം നൽകിയത്.
ഞാനാകട്ടെ എൻ്റെ ചിലവ് കഴിച്ച് ബാക്കിയായ സ്വത്ത് കൊണ്ടാണ് അടിമയെയും തോട്ടത്തെയും വിലക്ക് വാങ്ങി ദാനം ചെയ്തത്. അത് കാരണം ഞാൻ ആ അടിമയുടെ മുന്നിൽ ഇപ്പോഴും പരാജയപ്പെട്ടവൻ തന്നെയാണ്. അവനോട് മത്സരിക്കാൻ കഴിയുന്നവർ ദുനിയാവിൽ വിരളമായിരിക്കും. ഷാഫി മദ്ഹബിൻ്റെ സ്ഥാപകനായ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരിക്കൽ സൻആയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൈവശം 10,000 പൊന്നുണ്ടായിരുന്നു. തൻ്റെ ശിഷ്യരും സുഹൃത്തുക്കളും പറഞ്ഞു, അങ്ങ് ഈ പണം കൊണ്ട് ഒരു ഭൂസ്വത്ത് വാങ്ങണം. ഇന്നേ വരെ ഒരു പൈസയുടെ സ്വത്തും സമ്പാദിക്കാത്ത അങ്ങ് ഇപ്പോഴെങ്കിലും അല്പം ശ്രദ്ധിക്കാതിരുന്നാൽ ഭാവിയിൽ സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കേണ്ടി വരും. കിട്ടുന്നത് മുഴുവൻ ഇങ്ങനെ ചെലവാക്കി ജീവിക്കാൻ പറ്റുകയില്ല. അതിന് ഇമാം അവറുകൾ കൊടുത്ത മറുപടി നാം ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടതാണ്. ആ സംഭവം എന്താണെന്ന് വിശദമായി അറിയുന്നതിന് വേണ്ടി അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോയിൽ സബ്സ്ക്രൈബേഴ്സ് കൂടാതിരിക്കാനുള്ള കാരണം എല്ലാവരും ഈ ദീനിയായ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിൽ വിമുഖത കാണിക്കുന്നു എന്നതാണ്. പലരും എന്നെ നേരിട്ട് വിളിച്ച് പറയാറുണ്ട്, വീഡിയോയുടെ ലെന്ത് കൂടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നെറ്റ് തീർന്നു പോകുന്നു എന്ന്. ദീനിയായ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അല്പം നെറ്റ് തീർന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുകയല്ലേ നല്ലത്. അള്ളാഹു നല്ലതിനെ നല്ലതായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.